അതുപോലെ ഫസൽ കാരാട്ട് വലിയ എന്തോ കാര്യം പറയുന്നത് പോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. ഫസൽ കാരാട്ടിനെതിരെ വധഭീഷണി കേട്ടു നോക്കാം. ആരെ കയ്യാലെങ്കിലും മരണം എനിക്ക് ഉറപ്പാണ്. ആരെ കയ്യാലെ എന്നെ മരണം ഉറപ്പാണെന്നുള്ള ഉറപ്പാണ്. ശ്രദ്ധിച്ച് നടക്കുമ്പോൾ കേട്ടാ. ഈ പൈസക്ക് വേണ്ടി ഇങ്ങനെ പലതും വിളിച്ചു പറയുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ മുസ്ലിമിനെ പറഞ്ഞേച്ച് മുസ്ലിമായിട്ട് ജനിച്ചല്ല മോനേജി. മോനെ ഇന്നെ ഉണ്ടാക്കിയത് മോനെ പൈസക്ക് വേണ്ടി ജീവിക്കണം മോനേജി. ഇന്നെല്ലാം നേര് കാണട്ടെ, നേര് കണ്ടല്ലോ എന്ത് ചെയ്യാൻ മോനെ. പിന്നെ മോനെ ഏത് ഉണ്ടായത് പൈസയിൽ നിന്ന് മാറ്റിക്കൊണ്ട് കൃഷ്ണൻ എന്നിട്ടാളെ മോനെ എന്നെ പേര്. സംഖ്യകളെ വിടുപണി ചെയ്യാൻ മോനെ, സംഖ്യകളെ വിടുപണി ഉണ്ടല്ലേ അത് ചെയ്യണം. എന്നെ പേര് മാറ്റിക്കളാം എൻ്റെ മോനെ. പേര് മാറ്റിക്കൊണ്ട് പല കൃഷ്ണനെന്നോ നമ്പൂരിന്നിട്ടോ കേട്ടടാ മോനെ. ആരെ കയ്യാൽ ഏത് റൂമിൽ ഇരുന്നിട്ടായിരിക്കും ഇത് ചെയ്യണേ പറഞ്ഞ മനസ്സിലായി. ഈ റൂമിൽ ഇന്നെ ആരെങ്കിലും വാച്ച് ചെയ്യാനുണ്ടാവും, യാതൊരു സംശയമില്ല. എനിക്ക് കൈമ കിട്ടിയാണ്ടല്ലേ എന്നെ പണിയാണ്. വീഡിയോകൾ ചെയ്യുന്നു എന്ന് കരുതി ഇതുപോലുള്ള ഭീഷണികൾ പെടുത്തേണ്ട കാര്യമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്നാണ്. എന്നാൽ മെസ്സേജിലൂടെ മാത്രമല്ല ഭീഷണി, കോളിലൂടെയും ഭീഷണിയുണ്ട്. അതും കൂടി ഒന്ന് കേട്ടുവരാം. ആളാണോ? ആ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച ആളാണ്. ഭീഷണിപ്പെടുത്തിയ ആള് ഭീഷണിയല്ല, എന്നെ ഭീഷണിപ്പെടുത്തും. എന്നെ എവിടെ കണ്ടാലും കൊല്ലുന്ന് പറഞ്ഞ ഭീഷണിയല്ലേ? അങ്ങനെയല്ല കൊല്ലുന്ന് പറഞ്ഞു. ഇജ്ജ് ഈ അല്ല, എന്നെ എവിടെ കണ്ടാലും തീർക്കുന്ന് പറഞ്ഞാൽ പറഞ്ഞേക്കണ്ട. എവിടെ ഇജ്ജ് പറഞ്ഞേക്കണം. ഈ മുസ്ലിമിൽ നിന്നും കൊണ്ട് മുസ്ലിമിനെ കുറ്റം പറഞ്ഞില്ല. ഇന്നെ തട്ടുന്ന് പറഞ്ഞിട്ട് പിന്നെ ഹിന്ദുക്കളെ കൂട്ടി പോടന്നാല് അങ്ങനെ അങ്ങനെ ഞാൻ എവിടെ നിക്കണം കുറ്റം പറഞ്ഞപ്പോ നോക്കിയാൽ ഞാൻ ഭീകരവാദികളെ പറയുമ്പോ തനിക്ക് എന്തിനാ അത്ര കൊള്ളുന്നത്? മുസ്ലിമിനാണ് പറഞ്ഞത്. ഞാൻ ഭീകരവാദികളെയും ജിഹാദികളെയാണ് എതിർക്കാറുള്ളത്. കൊല്ലെന്ന് പറയാ. നീ നിന്റെ വീട്ടുകാരോട് പറയുന്നത് പോലെ എന്നോട് സംസാരിക്കും. റൂമിലിരുന്ന് കൊണ്ട് പുറത്തിറങ്ങി. ഞാൻ പുറത്ത് എവിടെ 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 ഇറങ്ങിയാ എന്താക്കും? പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം. ആൾക്കാരെ ഞാനിപ്പോ ടൗണിലുള്ളത്. ഞാൻ എവിടെ വരണോ? ഇനി പറഞ്ഞോ എവിടെ വരണോ? മലപ്പുറത്തേക്ക് വാടാ. മലപ്പുറത്ത് വരണോ? ഇനി പറഞ്ഞോ സ്ഥലം പറയും. എന്റെ വീട് പറയും, ഞാൻ അങ്ങോട്ട് വരാം. എന്റെ വീട്ട് അഡ്രസ് പറയും. ഇതിന്റെ കമന്റ് ബോക്സിൽ നോക്കിയപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഫസൽ കാരാട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്നാൽ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഫസൽ കാരാട്ടിനോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, എന്തിനേയും നമുക്ക് വിമർശിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ മാന്യമായ രീതിയിൽ വിമർശിക്കുക. അതുപോലെ ഈ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ആളുകളോട് പറയാനുള്ളത്, എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത്? ഒരാൾ എന്തോ ഒരു വീഡിയോയിൽ വന്ന് എന്തെങ്കിലും പറയുന്ന ആൾ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുക. അല്ലാതെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താനൊക്കെ എന്തിനാണ് പോകുന്നത്? അതിന്റെ കാര്യം എന്താണ്? പിന്നെ ഈ വീഡിയോ ഞാനിവിടെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡാണ്. എന്തൊരു പ്രശ്നമുണ്ടായാലും അതൊക്കെ യൂട്യൂബിൽ കൊണ്ടുപോയി ഇടുക എന്നുള്ളത്. പണ്ടൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോവുക. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു മൊബൈൽ ഫോൺ കൊടുത്ത് നേരെ വരും യൂട്യൂബിലേക്ക് ലൈവ് ഇടാൻ വേണ്ടി. അത് ഒളിച്ചുകൂട്ടമാവട്ടെ, ഇനി വീട്ടിലുള്ള പ്രശ്നങ്ങളാവട്ടെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള പ്രശ്നമാവട്ടെ, എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ യൂട്യൂബിലേക്കാണ് വരുന്നത്. എന്തിന്? ഇപ്പോൾ കണ്ടില്ലേ, ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണുള്ളത്. സാധാരണ ഒരാളെ ഭീഷണിപ്പെടുത്തിയാൽ എന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ പോകും. പക്ഷേ ഇവിടെയോ ഇതും യൂട്യൂബിൽ വന്നിട്ട് ഇടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ഭീഷണി കിട്ടിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ യൂട്യൂബിൽ വീഡിയോ ഇടാം, ഓക്കെ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അതിനോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയും ചെയ്യണം. കാരണം നിങ്ങളുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നതാണ്, നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആദ്യം കംപ്ലൈന്റ് പറയുക. അതിലൂടെയാണ് നിങ്ങൾ മാതൃകയാവേണ്ടത് ആളുകൾക്ക്. ഫസൽ കാരാട്ട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഫസൽ കാരാട്ട് വീഡിയോ ഉണ്ടാക്കുന്നത് ജിഹാദികൾക്കെതിരെയാണെന്ന് പറയുന്നുണ്ട്. തീവ്രവാദത്തിനെതിരെയാണ്, ടെററിസത്തിനെതിരെയാണ്. നല്ല കാര്യം, വീഡിയോ ചെയ്യണം, അവർക്കെതിരെ സംസാരിക്കുക തന്നെ ചെയ്യണം.
പക്ഷേ അതേസമയം ഫസൽ കാരാട്ട് മറന്നു പോകുന്ന വേറൊരു കാര്യമുണ്ട്. ഇന്ത്യയുടെ മറ്റു ചില സ്ഥലങ്ങളിൽ വേറെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തൊപ്പിയിട്ടാൽ തല്ലുകൊള്ളുന്നുണ്ട്, തല്ലിക്കൊല്ലുന്നുണ്ട്, ജയ് ശ്രീറാം വിളിച്ചില്ലെങ്കിൽ തല്ലുന്നുണ്ട്. ഇതിനെതിരെയും ശബ്ദം ഉയർത്തണം. അല്ലാതെ ഒരു ഭാഗം മാത്രം കാണുകയും മറ്റേ ഭാഗം കാണുന്നില്ല എന്ന് വെക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പ്രതികരിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും പ്രതികരിക്കണം. അതുപോലെ ഫസൽ കാരാട്ട് വലിയ എന്തോ കാര്യം പറയുന്നത് പോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. എന്റെ രാജ്യത്തിനെതിരെ മക്കയുള്ള സൗദി അറേബ്യ എന്റെ രാജ്യത്തിനെതിരെ തിരിഞ്ഞാൽ മക്കയുള്ള സൗദി അറേബ്യയും എനിക്ക് ശത്രു രാജ്യമാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഫസൽ കാരാട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇത് കേട്ടോളൂ. ഇസ്ലാമിക് ടീച്ചിങ് എംഫസൈസ് ലോയലിറ്റി ടു വൺസ് കൺട്രി ആൻഡ് നെസസറി ഓഫ് ഡിഫെൻഡിങ് വൺസ് ഹോംലാൻഡ് അഗൈൻസ്റ്റ് അഗ്രഷൻ. അതായത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏത് രാജ്യത്താണോ നിൽക്കുന്നത് ആ രാജ്യത്തിനെതിരെ മറ്റേതെങ്കിലും രാജ്യം വാറുമായി യുദ്ധവുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ രാജ്യത്തിന്റെ കൂടെ നിൽക്കണം. അത് സൗദി അറേബ്യ ആയിരുന്നാലും ശരി, പാകിസ്ഥാൻ ആയിരുന്നാലും ശരി, നമ്മൾ നമ്മളെ രാജ്യത്തിന്റെ കൂടെ നിൽക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം വലിയൊരു കാര്യം ആയി പറയേണ്ട കാര്യമില്ല. സത്യസന്ധമായിട്ടുള്ള യഥാർത്ഥ വിശ്വാസി, അതായത് യഥാർത്ഥ ഇസ്ലാം വിശ്വാസി ഈ ഒരു കാര്യം പിൻപറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് അത് വലിയൊരു ക്രെഡിറ്റായി കാണിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും രാജ്യത്തിനോട് സ്നേഹമുണ്ട്, അല്ലാണ്ട് നിങ്ങൾക്ക് മാത്രമല്ല എന്നൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഒരാൾ നമ്മളെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അത് യൂട്യൂബിൽ വന്നിട്ട് ഇടുകയല്ല ചെയ്യേണ്ടത്. അതിനെതിരെ ലീഗലായി ഇവിടെ ഒരു ലീഗൽ സിസ്റ്റം ഉണ്ട്. ആ ലീഗലി നമ്മൾ അതിനെ ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. നമ്മളെ ഒരാൾ ഭീഷണിപ്പെടുത്തുകയാണ്, നമ്മളെ ജീവന് ആപത്ത് വരുത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യണം. പക്ഷെ ആ പ്രതികരണം ഒരു വീഡിയോ ആയി മാത്രം ചുരുങ്ങരുത്.